തിരുസന്നിധിയിൽ ദൈവിക സാന്നിധ്യത്തിന്റെ ഉണർവാൽ പ്രഭാത നിമിഷങ്ങളെ അനുഗ്രഹീതപൂർണമാക്കാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ വഴികളിലൂടെ ബ്രദർ മാത്യു കുമരകം. എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോ തിരുസന്നിധിയിൽ. എല്ലാ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 7 മണി മുതൽ 7:30 വരെ ആത്മീയ വചനങ്ങൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ബ്രദർ ഷിജു തോമസ്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ, നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനമേ, തിരുസന്നിധിയിൽ എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാത നിമിഷങ്ങളിൽ ലണ്ടൻ മലയാളം റേഡിയോയുടെ തിരുസന്നിധിയിൽ എന്ന ഈ പ്രോഗ്രാമിലെ വചനങ്ങളിലൂടെ, ഗാനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ഉണർവ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനോടുകൂടെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ശുശ്രൂഷയിൽ നാം ചിന്തിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റിയും കരുണയെപ്പറ്റിയുമാണ്. പലപ്പോഴും ദൈവസ്നേഹം എന്നൊക്കെ ഉള്ള വാക്ക് നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ അവസരത്തിൽ ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ ദൈവസ്നേഹം? ദൈവം നമ്മൾക്ക് എങ്ങനെയാണ് ഈ സ്നേഹം നൽകുന്നത് എന്ന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം പറയുന്നു: കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ്. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന്, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ ദൈവം, നമ്മളൊക്കെ ചിലപ്പോൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഒരു കുടുംബസ്ഥനാകാം, ഒരു പിതാവാകാം. ഒരു പിതാവ് മകനോട് മകളോട് എങ്ങനെയാണ് ഉള്ള സ്നേഹം, അതുപോലെയാണ് ഇവിടെ ദൈവത്തിന്റെ സ്നേഹവും. ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. പലപ്പോഴും നാം ചിന്തിക്കും, നാം ദൈവത്തെ വിട്ടു പോകുമ്പോൾ പിന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും ദൈവത്തിന്റെ കൂടെ നാം ഓരോരുത്തരും ആയിരിക്കുവാന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ സ്നേഹവും കാരുണ്യവും ഉള്ളതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ എത്ര സുന്ദരമായിട്ട്, മനോഹരമായിട്ട് ആണ് ദൈവം നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയോ ആളുകൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാനും നിങ്ങളും യേശുവിന്റെ സ്നേഹത്തിൽ, യേശുവിന്റെ കരുണയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രഭാത നിമിഷത്തിൽ ഈ പ്രഭാതം കാണുവാൻ നമുക്കിടയായത് യേശുവിന്റെ വലിയ കാരുണ്യമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവത്തിന്റെ ദാനവും കാരുണ്യവുമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് മാറാം. ഓരോ പ്രഭാതത്തിലും ദൈവത്തിന്റെ സ്നേഹം പുതിയതാണ് എന്ന് അവിടുന്ന് പറയുന്നു. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. പ്രിയമുള്ളവരെ, ദൈവം ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹവുമായിട്ട്, മകനെ മകളെ, നീ എന്റെ അടുത്തേക്ക് വാ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ പരിപാലിക്കുന്ന ദൈവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ.
മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമിൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയും എൻ മനസ്സിൽ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ധത നിറയും എൻ മനസ്സിൽ. ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം, ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം ദേവാ നീ കൊളുത്തണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമിൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. നിന്നെ ഉൾക്കൊണ്ടൊരെൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ ഉൾക്കൊണ്ടൊരെൻ മനതാരിൽ നന്മകൾ മാത്രം എന്നും ഉദിക്കണേ. നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ, നിന്നെ അറിയുന്നോരൻ ഹൃദയത്തിൽ നാഥാ നീ വസിക്കണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമിൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമിൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ,
തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. സംഗീതം ആസ്വദിക്കാനാവാത്ത മനുഷ്യരുണ്ടോ? അതെ, സംഗീതം ഏതു മനസ്സുകളെയും ആർദ്രമാക്കുന്നു. താള സ്വരലയങ്ങളുടെ വിസ്മയ ലോകത്തേക്ക് അത് ശ്രോതാവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് ഭക്തി തുളുമ്പുന്ന ആത്മീയ ഗീതങ്ങളാകുമ്പോഴോ എത്രയധികമാകും ശ്രോതാവിന്റെ അനുഭൂതി. അതെ, നിങ്ങൾ കാത്തിരുന്ന ആത്മീയത നിറഞ്ഞു തുളുമ്പുന്ന അതിസുന്ദര ഗാനങ്ങളുമായി ഇടയഗീതം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, നിങ്ങളുടെ ലണ്ടൻ മലയാളം റേഡിയോയിൽ എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ ഇടയഗീതം. പ്രിയമുള്ളവരെ, നാമാണ് പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കാത്തത്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മെ നിരന്തരമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ട സമ്പത്തെല്ലാം ദൈവം തന്നു, നമുക്ക് വേണ്ട കഴിക്കാനുള്ള ആഹാരമെല്ലാം തന്നു, നമുക്ക് പാർക്കാനുള്ള ഇടമെല്ലാം ദൈവം തന്നു, നമുക്ക് സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങളെല്ലാം ദൈവം തന്നു. ഏതെല്ലാം അവസ്ഥയിലാണ് നാം കടന്നു പോകുമ്പോഴും ദൈവത്തിന്റെ പരിപാലന നമ്മുടെ മുമ്പിലുണ്ട് എന്നൊരു കാര്യം നാം മറന്നു പോകരുത് എന്ന് ഈ പ്രഭാതത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിന്ന് അകന്ന് നാം പലപ്പോഴും ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാന് ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ ദൈവം സ്വർഗത്തിലിരുന്ന് ദൈവം സന്തോഷിക്കും. പ്രിയമുള്ളവരെ, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. ദൈവം തന്നെ തേടുന്നവർക്ക്, തന്നെ കാത്തിരിക്കുന്ന മകനും മകൾക്കും ദൈവം എപ്പോഴും നല്ലവനാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ കാരുണ്യമാണ് എന്ന് നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന സമയങ്ങളില്ല ദൈവത്തിന്റെ കരുണയെപ്പറ്റിയോ ദൈവത്തിന്റെ സ്നേഹത്തെപ്പറ്റിയോ ദൈവത്തിന്റെ കരുതലിനെ പറ്റിയോ ഒന്നും നമുക്ക് മനസ്സിലാക്കുവാന് സാധ്യമല്ല. ആയതിനാല് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മകനായിട്ട്, ദൈവത്തെ തേടുന്ന ഒരു മകനായിട്ട്, മകളായിട്ട് നമുക്ക് മാറുവാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവം പുതിയ സ്നേഹം തന്ന്, പുതിയൊരു ഉണർവ് തന്ന് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തെ നാം വേദനിപ്പിച്ചാൽ പോലും ദൈവം നമ്മിൽ നിന്ന് വിട്ടകന്ന് പോകുന്നില്ല എന്ന സത്യം നാം മനസ്സിലാക്കണം. നാം പലപ്പോഴും വിചാരിക്കും, ദൈവത്തിന് എന്റെ കാര്യത്തില് ഒരു ഉത്തരവാദിത്വമില്ല, ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞു, എന്നിട്ട് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്ന് പലപ്പോഴും നാം ദൈവത്തെ പഴിചാരിയ സന്ദർഭങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ വിളിക്കേണ്ട രീതിയിൽ ദൈവത്തിന്റെ സ്നേഹത്തിലായിരുന്നുകൊണ്ട്, യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് നാം യേശുവിനോട് കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവത്തോട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ സഹായിക്കുന്നവനാണ് ദൈവം കരുണാമയനാണ്. ദൈവത്തിന്റെ കരുണയെപ്പറ്റി ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അതാണ് ഈ ലോകത്തില് പലരും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാനുള്ള ഒരു കാരണം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മെ ഈ പ്രഭാതത്തില് പുതിയൊരു സ്നേഹം തന്ന് ഈ ഒരു പ്രഭാതം അനുഗ്രഹമാക്കി മാറ്റുവാന് ദൈവം ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ കാത്തിരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് മനസ്സു തുറന്ന് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് ഒന്ന് സമർപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. പാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 41-ാം വാക്യത്തില് ഇപ്രകാരം കാണുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തില് നമുക്ക് നമ്മുടെ ഹൃദയവും കരങ്ങളും സ്വർഗസ്ഥനായ പിതാവിന്റെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഉയർത്താം. പ്രിയമുള്ളവരെ, പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തില് വേദനയുടെ ഒരു അവസ്ഥയാണോ, വിഷമത്തിന്റെ ഒരു അവസ്ഥയാണോ, ഇനിയും നിങ്ങളുടെ സന്തോഷത്തോടെ ഇരിക്കുക ആയിക്കൊള്ളട്ടെ, എന്നിരുന്നാലും ദൈവത്തിന് സമർപ്പിക്കാതെ ജീവിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണോ ഞാനും നിങ്ങളും കടന്നു പോകുന്നത്? എന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഞാനും നിങ്ങളുമൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പ്രഭാതത്തില് ദൈവത്തിന്റെ തിരുവചനം നമ്മോട് പറയുകയാണ്, നമ്മുടെ ഹൃദയവും കരവും എല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിങ്കിലേക്ക് ഉയർത്താമെന്ന് സമർപ്പിച്ചുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ നമുക്കോരോരുത്തർക്കും ഈ സമയത്ത് സറണ്ടർ ആവാം, യേശുവിന് വിട്ടുകൊടുക്കാം.
നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾക്കപ്പുറം ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ, ഈ പ്രഭാതത്തില് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മഞ്ഞിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതിരുന്നാലും അങ്ങൻ മുന്നിൽ പോയാൽ ഭയമെവിടെ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നത് അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് നാം മാറ്റപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് അനുഭവിച്ചറിയുവാൻ സ്നേഹിക്കും. പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയാത്തതാണ് പല പ്രശ്നങ്ങളുടെയും കാരണം. ഒരിക്കല് ദൈവത്തിന്റെ സ്നേഹം നാം തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ഈശോയുടെ കൂടെ തന്നെ ജീവിക്കത്തുള്ളൂ. ഈ സ്നേഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാന് ഒക്കെ നമുക്ക് സാധിക്കത്തുള്ളൂ. കർത്താവിന്റെ ആ വലിയ സ്നേഹവും കരുതലും നാം മനസ്സിലാക്കുമ്പോൾ ആ സ്നേഹം നമുക്ക് നമ്മുടെ സഹോദരങ്ങളിലേക്ക്
നമ്മുടെ സമൂഹത്തിലേക്ക്, മറ്റുള്ളവരിലേക്ക് ഒക്കെ കൊടുക്കുവാന്, പകർത്തുവാന് സാധിക്കും. ആയതിനാൽ എന്നെ ശ്രവിക്കുന്ന ആ മകനെ, മകളെ, കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടാം. നമ്മൾ ഏത് വലിയൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തി ആയിക്കൊണ്ട് നമ്മളെല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ള കാര്യം നാം മറക്കണ്ട. ദൈവത്തിന്റെ മുമ്പിൽ നാം ഒരു ശിശുവിനെ പോലെ ആകുവാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവത്തിന്റെ മുമ്പിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മകനും മകളുമാണ്. ആ ഒരു വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം സമർപ്പിക്കാം. ഈ പ്രഭാതത്തില് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് എന്നെ ശ്രവിക്കുന്ന അനേക ആയിരം ജനങ്ങളിലേക്ക്, അനേക ആയിരം ദൈവത്തിന്റെ മക്കളിലേക്ക്, മകനിലേക്ക്, മകളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഇപ്പോൾ ചുരിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരട്ടെ എന്ന് ഈ പ്രഭാതത്തില് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പ്രഭാതത്തില് എന്നെ ശ്രവിക്കുന്ന, പ്രത്യേകിച്ച് ഈ തിരുസന്നിധിയിൽ എന്ന ഈ ശുശ്രൂഷയിലൂടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ പ്രഭാതത്തിലും നീ പറഞ്ഞല്ലോ നിന്റെ സ്നേഹം പുതിയതാണ് എന്ന്. കർത്താവെ, ഈ പ്രഭാതത്തില് ആ ഒരു പുത്തൻ ചൈതന്യം, പുതിയൊരു സ്നേഹം കർത്താവെ ഞങ്ങളിലേക്ക് നീ തരണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടുത്തെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോലി മേഖലകളിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിൽ വിട്ടുകൊണ്ട് ഈ ഒരു പ്രഭാതത്തെ അനുഗ്രഹമാക്കി നമുക്ക് മാറ്റുവാനും പരിശ്രമിക്കാം. നിങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലേക്ക് പോകുവാൻ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ജോലിയിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ യാത്രയിലായിരിക്കാം. നിങ്ങളെ ദൈവം ഇപ്പോൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന്റെ ആ സ്നേഹം, ചൈതന്യം ഇതാ നിങ്ങളിലേക്ക് കടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളത് റിസീവ് ചെയ്യുക, ആ സ്നേഹത്തിലായിരിക്കുക, ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അങ്ങനെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് മാറുവാൻ വേണ്ടി പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സ്നേഹവും കരുണയും എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ വ്യക്തി ജീവിതങ്ങളിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്നേഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. യോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയ
പെന്തക്കോസ്ത നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. പെന്തക്കോസ്ത നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ, കവിയണമേ കവിഞ്ഞൊഴുകണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കും